വരയാടുകളുടെ പ്രജനനകാലവുമായി ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുൻപ് അടച്ച ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും സന്ദർശകർക്കായി തുറക്കുകയാണ്. ഇന്നു മുതൽ ഉദ്യാനത്തിൽ സന്ദർശകരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ജനുവരി 31 മുതലായിരുന്നു ഉദ്യാനം അടച്ചത്. പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടക്കുന്നതിനുമായിട്ടാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിടുന്നത്. നമ്മൾ പുതിയ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരും പുത്തൻ ഉണർവോടുകൂടി അത് ഇരവിളം സഞ്ചാരികളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കൂടാതെ തന്നെ വരയാടും കൂട്ടം കുട്ടികളുമായിട്ടെല്ലാം നമ്മുടെ പാർക്കിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന സഞ്ചാരികൾക്ക് എല്ലാവർക്കും നല്ലൊരു ദൃശ്യവിരുന്നൊരുക്കി ഇരവിളം നാഷണൽ പാർക്ക് ഏപ്രിൽ 1 തുറക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ വർഷത്തെ പോലെ നിങ്ങൾ അറിയാം, വിർച്വൽ റിയാലിറ്റി പാർക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാഞ്ചുറിയൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇരവിളത്ത് മാത്രമാണ് ആ ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഈ സീസണിൽ ഇതുവരെ 80-ലധികം വരയാടിൻ കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൗദ്യോഗിക കണക്ക്. ഏപ്രിൽ 20-ന് ശേഷം ഇത്തവണത്തെ വരയാട് സെൻസസ് നടത്തുമെന്ന് വനവകുപ്പ് അറിയിച്ചു. കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ പുതുതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഉദ്യാനം തുറക്കുക കൂടി ചെയ്തതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.